കമ്മ്യൂണിസ്റ്റ് ഭീകരതയെ പരസ്യമായി പിന്തുണച്ച് സിപിഎം. ഛത്തീസ്ഗഡിൽ കമ്മ്യൂണിസ്റ്റ് ഭീകരരെ വധിച്ച സൈനിക നടപടിയെ സിപിഎം അപലപിച്ചു. കമ്മ്യൂണിസ്റ്റ് ഭീകരരുമായി ചർച്ച നടത്താൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണമെന്ന് സിപിഎം പോളിറ്റ് ബ്യൂറോ ആവശ്യപ്പെട്ടു. എന്തായാലും കമ്മ്യൂണിസ്റ്റ് ഭീകരതയാണ് സിപിഎം ഇത്തരത്തിൽ പരസ്യമായി പിന്തുണച്ചിരിക്കുന്നത്. ഛത്തീസ്ഗഡിൽ കമ്മ്യൂണിസ്റ്റ് ഭീകരരെ വധിച്ച സൈനിക നടപടിയെ സിപിഎം അപലപിക്കുകയായിരുന്നു. കമ്മ്യൂണിസ്റ്റ് ഭീകരത, മാവോയിസ്റ്റ് ഭീകരത തുടച്ചു നീക്കും എന്നുള്ളത് കേന്ദ്ര സർക്കാർ നയമാണ്. അതനുസരിച്ചാണ് വടക്ക് കിഴക്കൻ മേഖലകളിൽ ഉൾപ്പെടെ കേന്ദ്ര സർക്കാർ നിലപാട് വ്യക്തമാക്കിക്കൊണ്ടുള്ള തുടർ പ്രവർത്തനം നടത്തുന്നത്. പക്ഷേ ഇപ്പോൾ ഇത്തരത്തിലുള്ള സൈനിക നടപടികളെ സിപിഎം അപലപിക്കുകയാണ്. എന്തായാലും കമ്മ്യൂണിസ്റ്റ് ഭീകരരുമായി ചർച്ച നടത്താൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണം എന്നുള്ളൊരു ആവശ്യം കൂടി സിപിഎം പോളിറ്റ് ബ്യൂറോ മുന്നോട്ട് വയ്ക്കുകയാണ്. ഗൗതം അനന്തനാരായണൻ ചേരുന്നു. ഗൗതം, എന്താണ് കൂടുതൽ വിവരങ്ങൾ? രോഹിണി, നമ്മുടെ ആഭ്യന്തര ഭീഷണിയായിട്ടുള്ള അല്ലെങ്കിൽ ആഭ്യന്തര സുരക്ഷയ്ക്ക് വെല്ലുവിളിയായി ഉയർന്നു നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഭീകരതകളിലൊന്ന് കമ്മ്യൂണിസ്റ്റ് ഭീകരതയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത് ഇപ്പോഴത്തെ കേന്ദ്ര സർക്കാരിൻ്റെ മാത്രം നിലപാടല്ല. ഇതിന് തൊട്ട് മുൻപ് അധികാരത്തിലിരുന്ന മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് തന്നെ പറഞ്ഞത് ഭാരതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻറ്റേർണൽ ത്രെട്ട് എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് ഭീകരവാദമാണ്. മാവോയിസ്റ്റുകളും അതോടൊപ്പം തന്നെ നക്സലുകളും ഒക്കെ നടത്തുന്ന ഭീകരതയാണ് എന്ന് അദ്ദേഹം പറഞ്ഞതാണ്. ഇപ്പോഴത്തെ കേന്ദ്ര സർക്കാരാണെങ്കിൽ ആ കമ്മ്യൂണിസ്റ്റ് ഭീകരതയെ അടുത്ത വർഷം മാർച്ച് മാസത്തോടു കൂടി പൂർണ്ണമായി നമ്മുടെ രാജ്യത്ത് നിന്ന് ഉന്മൂലനം ചെയ്യും എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള പ്രത്യേക ഓപ്പറേഷനുകൾ ഛത്തീസ്ഗഡും ജാർഖണ്ഡും മഹാരാഷ്ട്രയും അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശും തെലങ്കാനയും ഒക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ നക്സലുകൾക്കും മാവോയിസ്റ്റുകൾക്കും സ്വാധീനമുള്ള സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തുകയാണ്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസം വലിയൊരു ഓപ്പറേഷൻ ഛത്തീസ്ഗഡിലെ ബസ്തറിൽ നടത്തുകയും ഇപ്പോഴത്തെ ഈ കമ്മ്യൂണിസ്റ്റ് ഭീകര പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട നെടുന്തൂണായി നിൽക്കുന്ന CPIM മാവോയിസ്റ്റിൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള, അതായത് ആ സംഘടനയുടെ ഏറ്റവും തലവനായിട്ടുള്ള ബസവരാജു എന്ന കൊടും ഭീകരനെ കഴിഞ്ഞ ദിവസം സൈനിക നടപടിയിലൂടെ വധിക്കുകയും ചെയ്തിരുന്നു. ഏതാണ്ട് 3 പതിറ്റാണ്ട് കാലം 1980-കൾ മുതൽ തന്നെ ഈ സംഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലകളൊക്കെ വഹിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. നിലവിൽ CPI മാവോയിസ്റ്റിനെ നയിച്ചുകൊണ്ടിരുന്ന അതിൻ്റെ ജനറൽ സെക്രട്ടറിയെ തന്നെ വധിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം വലിയൊരു നീക്കം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായത്. ഇപ്പോൾ ഏറ്റവും ശ്രദ്ധേയം എന്നത് ഇതിനെ വിമർശിച്ചുകൊണ്ട്, ഈ സൈനിക നീക്കത്തെ വിമർശിച്ചുകൊണ്ട് ഇപ്പോൾ CPIM രംഗത്തെത്തിയിരിക്കുകയാണ്. CPIMൻ്റെ പോളിറ്റ് ബ്യൂറോയുടെ പ്രസ്താവനയിൽ ചൂണ്ടിക്കാണിക്കുന്നത് ഇത് അപലപനീയം എന്നതാണ്. ബസവരാജു ഉൾപ്പെടെ 27ഓളം മാവോയിസ്റ്റുകളെ വധിച്ചത് തെറ്റായ സമീപനമാണ്, അല്ലെങ്കിൽ അത് അപലപനീയം എന്ന വലിയ ഹെഡിങ്ങോട് കൂടിയുള്ള പ്രസ്താവനയാണ്, പത്രക്കുറിപ്പാണ് CPIMൻ്റെ പോളിറ്റ് ബ്യൂറോ പുറത്തിറക്കിയിരിക്കുന്നത്. മാത്രമല്ല CPIM ഇതിനകത്ത് ആവശ്യപ്പെടുന്നത് ഈ ഭീകരരുമായി കേന്ദ്ര സർക്കാർ ചർച്ച നടത്തണം എന്നുള്ളതാണ്. അതായത് ഈ ചർച്ചയിലൂടെ മാത്രമേ ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയുകയുള്ളൂ എന്നും അതിനാൽ മാവോയിസ്റ്റുകളുമായും അതോടൊപ്പം തന്നെ നക്സലുകളുമായിട്ടും ചർച്ച നടത്തുവാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണം എന്നതാണ് CPIMൻ്റെ പോളിറ്റ് ബ്യൂറോ ഈ വിഷയത്തിൽ ആവശ്യപ്പെടുന്നത് എന്നുള്ളതാണ്. നമുക്കറിയാം, ഈ കമ്മ്യൂണിസ്റ്റ് ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഇത്തരം സമീപനങ്ങൾ മുൻപും CPIM പലതവണ എടുത്തിട്ടുള്ളതാണ്. പക്ഷേ നിലവിൽ രാജ്യത്തെ സാഹചര്യം എന്നത് അതിനെ പൂർണ്ണമായിട്ട് തന്നെ ഉന്മൂലനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് കേന്ദ്ര സർക്കാർ പ്രത്യേക ഓപ്പറേഷനുകൾ കേന്ദ്രവും അതാത് സംസ്ഥാന സർക്കാരുകളും ചേർന്നുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത്തരം ഓപ്പറേഷൻ അതിൻ്റെ വിജയങ്ങളിലേക്ക് എത്തുന്നു എന്നതിൻ്റെ സൂചനയാണ് ഈ CPIM മാവോയിസ്റ്റിൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ബസവരാജുവിനെ ഉൾപ്പെടെ വധിക്കുവാൻ പറ്റുന്നതും. അത് മാത്രമല്ല, ഛത്തീസ്ഗഡിലും ജാർഖണ്ഡിലും ഒക്കെ പല ഗ്രാമങ്ങളിൽ മാവോയിസ്റ്റ് നക്സൽ പ്രവർത്തനങ്ങളുടെ ഭാഗമായിരുന്ന ഭീകരർ ആയുധം വെച്ച് കീഴടങ്ങുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകുന്നുണ്ട്. അത് ഈ ശക്തമായ രീതിയിലുള്ള ഓപ്പറേഷനുകൾ നടക്കുന്നത് കൊണ്ടും മറുഭാഗത്ത് വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നത് കൊണ്ടുമാണ്. അതിനിടയിലാണ് ഇപ്പോൾ ഈ കൊടും ഭീകരന്മാരുമായി ചർച്ചയാണ് നടത്തേണ്ടത് എന്ന ഒരു വിചിത്രവാദവുമായി, അല്ലെങ്കിൽ പൊതുവെ ജനാധിപത്യ സമൂഹത്തിനിടയിൽ ഉയരാത്ത രീതിയിലുള്ള ഇത്തരം വിചിത്രവാദഗതികളുമായി ഇപ്പോൾ CPIM രംഗത്തെത്തിയിരിക്കുന്നത്. രോഹിണി.